അപ്പോൾ നമ്മൾ രാഷ്ട്രീയ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മളൊരു അതിഥിയെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അടുത്ത കാലത്ത് AR റഹ്മാൻ പങ്കുവെച്ച ഒരു വൈറൽ ഗായിക നമ്മുടെ നാട്ടിലുണ്ട്. ആ ഗായികയുടെ പേര് ഞാൻ പറയാം. ആ പേര് പറയുന്നതിന് മുമ്പ് പ്രേക്ഷകർ ആ പെർഫോമൻസ് ഒന്ന് കേട്ടിട്ട് വരൂ. മീരയുടെ പാട്ട് ഈ പ്രഭാതത്തിൽ സുന്ദരമാണ്. റഹ്മാൻ തന്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് വൈറലായ കലാകാരിയാണ് മീര. മീര നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ മീര എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ മിനി ഊട്ടിയിൽ. ഹലോ മീര, ഗുഡ് മോർണിംഗ്. യാ മീര, ഇതാണ് സാക്ഷാൽ മീര. നമ്മുടെ AR റഹ്മാൻ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പങ്കുവെച്ച് വൈറലായി തീർന്ന മീരയാണ്. മീര മുഴുവൻ പേരെങ്ങനെയാ? മീര മാത്രമേ ഉള്ളൂ. മീര. മീരയുടെ പാട്ടിനും സൗന്ദര്യമുണ്ട്. മീരയ്ക്കുള്ള സൗന്ദര്യം പോലെ തന്നെ മീരയുടെ നിലപാടുകൾക്കും സൗന്ദര്യമുണ്ട്. AR റഹ്മാന്റെ പാട്ട് AR റഹ്മാൻ എങ്ങനെയാണിത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ സാഹചര്യമുണ്ട്? അത് AR റഹ്മാന്റെ പാട്ടാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. അപ്പോൾ ഇപ്പം അധികം അങ്ങനെ വീഡിയോ ചെയ്തിട്ടിട്ടില്ല. അപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ഞാൻ AR റഹ്മാനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ സ്റ്റോറി ഇടുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് ഭയങ്കര സന്തോഷമാണ്. മീരയുടെ വീട് എവിടെയാ? മഞ്ചേരി. മഞ്ചേരിയിലാണ് മീരയുടെ വീട്. മീര എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഏത് കോളേജ്? MES മമ്പാട്. MES മമ്പാടിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന മീരയാണ്. ഇതിനു മുമ്പ് പാട്ട് മത്സരങ്ങളിലൊക്കെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? സ്കൂളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗായിക കൂടിയാണ് മീര. സ്റ്റേജ് പെർഫോമൻസ്? ഞങ്ങൾക്കൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട്. എന്താണ് ബാൻഡിന്റെ പേര്? നഗാര എന്ന മ്യൂസിക് ബാൻഡിലെ ഗായിക കൂടിയാണ്. അപ്പോൾ നമുക്കൊന്ന് കൈ കൊടുക്കാം. ആദ്യ പാട്ട് തന്നെ AR റഹ്മാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടുകൂടി അത് ഹിറ്റായി കഴിഞ്ഞിരിക്കുന്നു. ആടുജീവിതം എന്ന നമ്മുടെ ബെന്യാമിൻ്റെ നോവലിനെ ആസ്പദമാക്കി ബ്ലെസ്സി സംവിധാനം ചെയ്ത സിനിമയാണ്. ഈ മീരയുടെ അനിയത്തി കുടുംബമൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. മീരയുടെ അനിയത്തി അനന്യ ഇവിടെ നമ്മളെയൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനന്യ മോളെ വന്നാട്ടെ, മിടിക്കുകയുള്ള അനന്യ പാട്ട് പാടുമോ? അനന്യ പാട്ട് പാടുമോ? ഇതെന്തോ ഈ തലമുടിയിൽ എന്തോ ചെയ്തു വെച്ചേക്കുന്നേ? ഇപ്പോഴേ കളറൊക്കെ അടിച്ചാ നരച്ചാ? ഇതാരാ ഈ തലമുടിയിൽ ഈ കളർ അടിച്ചു കൊടുത്തത്? അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? തലമുടി കളർ ചെയ്യാൻ ഇഷ്ടമാണോ? അനന്യ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനന്യക്ക് നല്ല ഫാഷൻ ബോധമൊക്കെ ഉണ്ടല്ലോ. ഇതാര് പറഞ്ഞിട്ടാ ഇതിങ്ങനെ അടിക്കുന്നത്? ഇതൊക്കെ പ്രായം ചെല്ലുമ്പോഴല്ലേ ആൾക്കാർ അടിക്കുന്നത്? അങ്ങനെയാണോ? അല്ല, ഇഷ്ടമാണ് പോക്ക്. ഒന്ന് അടിച്ചു വന്ന് ചേട്ടാ ഒന്ന് വെറുതെ വിട്. അനന്യ പാട്ട് പാടുമോ? അനന്യയും പാട്ട് പാടും അല്ലേ? അനന്യയുടെ പാട്ട് കേൾക്കണം. ഒപ്പം തന്നെ മീരയുടെ പാട്ട് നമുക്ക് കേൾക്കണം അല്ലേ? മീരയുടെ പാട്ട് കേൾക്കണ്ടേ? അപ്പം ആടുജീവിതത്തിലെ ആ വൈറലായ പാട്ടിൻ്റെ 2 വരി നമ്മൾ ആദ്യം പാടും. ഓക്കെ, അപ്പം നമുക്കൊന്ന് കേൾക്കാം അല്ലേ? കേൾക്കാം. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. അങ്ങാകലെ അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങാകലെ അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ ഇങ്ങിരുന്നാലും അറിയണുണ്ടേ. മിണ്ടാമൺ തരി വാരിയെടുത്തത് കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. വാ, സൂപ്പർ അല്ലേ?
ആ സിനിമ കാണാനായിട്ട് നമ്മളെല്ലാം കാത്തിരിക്കുക. ആടുജീവിതം എന്ന് പറയുന്ന നജീബിൻ്റെ ജീവിതം എന്താണ്, എങ്ങനെയാണ് അത് ബ്ലസ്സി സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്ന് ഗംഭീരമായി കേട്ടോ മീര. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് AR റഹ്മാനൊക്കെ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് തന്നെ വലിയൊരു അംഗീകാരമാണ്. ഇതോടെ തന്നെ മീര ഒരു വൈറൽ ഗായികയെ മാറിക്കഴിഞ്ഞു. അപ്പം കുഞ്ഞനൻ്റെക്ക് പാട്ട് പാടണ്ടേ? ഏത് പാട്ടാ കുഞ്ഞനൻ്റെ പാടാൻ പോകുന്നത്? ഒരു പാട്ടാ? ഏത് പാട്ട് പാടണം ചേച്ചി നോക്കുക. ഏത് പാട്ടാ പാടിക്കോ? നീയൻ സംഗീതം ഇനി നീയൻ സല്ലാപം, നീയൻ ശ്രീരാഗം അലനുരയും അനുരാഗം, നിൻ കൺകളിലോറും സ്നേഹം എന്നിൽ. ഓക്കെ, അടിപൊളി, സൂപ്പർ. ചേച്ചിയുടെ കൈയൊക്കെ പിടിച്ച് ടെൻഷനൊക്കെ ആയിട്ട് അല്ലേ ലോകം മുഴുവൻ കേട്ടു കേട്ടോ. മോളുടെ പാട്ടും കേട്ടു, മോളുടെ തലമുടിയിലെ കളർ കണ്ടു, ഫാഷൻ ഡിസൈനിങ് ഉള്ള താല്പര്യം മനസ്സിലാക്കി. വണ്ടർഫുൾ. അപ്പോൾ മീര ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മീരയ്ക്ക് കൈയിടി കിട്ടിയ പാട്ട് ഏതാ? ഒരു പാട്ടും കൂടെ മീര പാടിയാൽ. കൺമണി അൻപോട് കാതലൻ പാടിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഹിറ്റ് പാട്ട് അല്ലേ ഗുണയിൽ അല്ലേ? അപ്പം ആ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, മഞ്ഞുമേൽ ബോയ്സും കണ്ടു. ഗുണ കണ്ടിട്ടില്ല. ഗുണ കണ്ടു, പക്ഷെ ഗുണ കാണണം അല്ലേ? അല്ലേ? റഹ്മാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പൊ നമുക്കത് കേട്ടാലോ? അപ്പോൾ ആ പാട്ട് കൂടെ നമുക്ക് കേൾക്കാം. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுதி நினைக்கையில் வார்த்தை முட்டுது, ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே. ഓക്കെ, അപ്പോൾ ഗംഭീരമായി. അപ്പോൾ നമ്മളെല്ലാവരും ഈ നിൽക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു നിമിഷത്തിലാണ്. അപ്പോൾ വളരെ മനോഹരമായി പാട്ടുപാടി മനോഹരമായ രണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ രാവിലെ കണ്ടു അല്ലേ? ഇവരെ കാണുമ്പോഴും അനന്യയുടെയൊക്കെ ചിരി കണ്ടാൽ തന്നെ ഇന്നത്തെ ജീവിതം, ഇന്നത്തെ പ്രഭാതം ധന്യമായി എന്നുള്ളതാണ്. അധികം സംസാരിക്കത്തൊന്നും ഇല്ലേ? എപ്പോഴും ചേച്ചി എടുത്താ അല്ലേ? ചേച്ചിയോട് ഇങ്ങനെ ചേർന്നാണോ എപ്പോഴും? ഭയങ്കര പേടി ആൾക്കാർ. വീട്ടിൽ നല്ല സംസാരിക്കും, പുറത്തെത്തി സംസാരിക്കാൻ ഭയങ്കര. അമ്മ ഒരു രാഷ്ട്രീയ പ്രവർത്തക അത് കേട്ടു. ആരാണ് അമ്മ? എവിടെയുണ്ട് അമ്മ? അമ്മ ഈ ഭാഗത്ത്. അമ്മ ഇവിടെ ഉണ്ട്. നമസ്കാരം. എവിടെയാണ്? മഞ്ചേരി തന്നെയാണ്. മഞ്ചേരിയില് തദ്ദേശ സ്ഥാപനത്തിൽ എവിടെയാണല്ലോ? മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ മുൻ കൗൺസിലറാണ്. ഏതായിരുന്നു പാർട്ടി? വെൽഫെയർ പാർട്ടി ആയിരുന്നു. ഇപ്പൊ എന്താ പാർട്ടി? LDFന്റെ പിന്തുണയോടുകൂടി മത്സരിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ വളരെ സജീവമാണ്. അപ്പോൾ രണ്ട് മക്കളാണോ? രണ്ട് മക്കള്, രണ്ടുപേരും പാട്ട് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ മിടുക്കിയാണ് അനന്യ, മിടുക്കിയാണ് മീര. അപ്പോൾ ഗംഭീരാവട്ടെ, ഉഷാറാവട്ടെ. ഓക്കെ, ഇവർ കൈയടിച്ചിട്ട് വേറൊരു രാഷ്ട്രീയമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇടത് മുന്നണിയുടെ പിന്തുണയോടുകൂടി എന്നുള്ളതിലാണ് അവിടെ കൈയടിച്ചത്. ഞാൻ വരാം. LDFിലെ ഡിഫൻസിലാക്കി. എങ്കിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കണ്ടതിൽ സന്തോഷം. അപ്പോൾ ഈ പാട്ടൊക്കെ പാടി ഉയരങ്ങളിലേക്ക് പോകട്ടെ കേട്ടോ. മിടുക്കിയാണ് കേട്ടോ. ഓക്കെ, ഈ തലമുടി ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ കാലമായിട്ട് ഇങ്ങനെ പറയും. അപ്പൊ ഒന്ന് പരീക്ഷിച്ചോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ ഇത് കൊള്ളാം. അതെ, കൊള്ളാം. ഇനി ഏത് കളറാണ് മോക്ക് തലമുടി വേണ്ടത്? ഇതല്ലാതെ എനിക്ക് റെഡാണ് ഇഷ്ടം. റെഡ് വേണോ? അടിപൊളി. ഇവിടെ റെഡ്, ഇവിടെ ഗോൾഡ്, യെല്ലോ, ഇവിടെ ബ്ലാക്ക്. അടിപൊളിയായിരിക്കും കേട്ടോ. സൂപ്പർ. ഫുട്ബോൾ കളിക്കുമോ മോള്? കളിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. കളിക്കൂല അല്ലേ? പാട്ടാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ തലമുടി ഡൈ ചെയ്യുക. ഇത് രണ്ടുമാണ്. ഓക്കെ, ഡാൻസ് ചെയ്യും അല്ലേ? ഡാൻസ് അല്ലു അർജുന്റെ ഫാനാണ്. അല്ലു അർജുന്റെ ഫാനാണോ? ഇപ്പൊ പറഞ്ഞപ്പോൾ പാട്ട് പാടി ഡാൻസ് ചെയ്യോ? ടെൻഷനാ. അപ്പോൾ ശരി മോളെ, താങ്ക് യു മീര, താങ്ക്സ് എ ലോട്ട്, താങ്ക് യു.